കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച 23 മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. തെക്കൻ പാലിയൂർ സ്വദേശി ബിനോയ് തോമസിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. സംസ്കാരം കുന്നംകുളം പെന്തക്കോസ്ത പള്ളി സെമിത്തേരിയിൽ നടന്നു. ബിനോയ് തോമസിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ദുരന്തം വാക്കുകൾക്കതീതവും അതീവ ദുഃഖകരമെന്നും ഗവർണർ. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സംഘർഷം. ഭരണപക്ഷ കൌൺസിലർമാരെയും ഉദ്യോഗസ്ഥരെയും പ്രതിപക്ഷം കൌൺസിൽ ഹാളിൽ പൂട്ടിയിട്ടു. ഭരണപക്ഷ കൌൺസിലർമാരെ ഹാളിന് പുറത്തേക്ക് വിട്ടത് പോലീസ് എത്തിയതിനു ശേഷം. മന്നാമംഗലം മുരുക്കംപാറയിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം. പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തി. പരിശോധനയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. KSRTC ബസ് പാഞ്ഞുകയറി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സുരക്ഷാ ഗേറ്റ് തകർന്നു. ഇരിഞ്ഞാലക്കുടയിൽ ബസ്സിൽ നിന്നും തെറിച്ചു വീണ വയോധികന് പരിക്ക്. കണ്ടാണശ്ശേരി പാരീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിക്ക് പുറകിൽ ടാങ്കർ ലോറിയിടിച്ച് അപകടം. 2 പേർക്ക് പരിക്ക്. വിദേശ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഭവത്തിൽ ഇരിഞ്ഞാലക്കുട പോലീസ് കേസെടുത്തു. കാരണം കിഴുത്താട് സ്വദേശികളായ നിഷ, ഭർത്താവ് സുനിൽ കുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. നടപടി TCV വാർത്തയെ തുടർന്ന്. മാള കുരുവിലശ്ശേരി പോസ്റ്റ് ഓഫീസിൽ വിതരണം ചെയ്യാൻ ആളില്ലാത്തതിനാൽ കൂട്ടിയിട്ടിരിക്കുന്നത് 5000-ലേറെ കത്തുകൾ. തുച്ഛവരുമാനവും ജീവനക്കാരില്ലാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം. കൊടുങ്ങല്ലൂരിൽ ഇളകി വീഴാറായ നടപ്പാതയിൽ വീണ് പരിക്കേൽക്കുന്നവരുടെ എണ്ണം കൂടുന്നു. നടപ്പാത അറ്റകുറ്റപ്പണികൾ നടത്താൻ തയ്യാറാകാതെ പൊതുമരാമത്ത് വകുപ്പ്. വാർത്തകൾ വിശദമായി. കുവൈറ്റ് ലേബർ ക്യാമ്പിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ച തെക്കൻ പാലിയൂർ സ്വദേശി ബിനോയ് തോമസിനെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ഭാര്യ രാജിയുടെയും മക്കളുടെയും അടങ്ങാത്ത കരച്ചിൽ കണ്ടുനിന്നവരെ പോലും കണ്ണീരിലാഴ്ത്തി. വ്യോമസേനയുടെ C-13J വിമാനത്തിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം സർക്കാർ ചിലവിൽ ഉച്ചയ്ക്ക് 2:15 പാലിയൂർ പട്ടികജാതി കോളനിയിലെ ഒറ്റമുറി വീട്ടിലെത്തിച്ചു. സ്ഥലപരിമിതി കണക്കിലെടുത്ത് വീടിന് പുറത്ത് താൽക്കാലിക പന്തലൊരുക്കിയാണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. ഒരാഴ്ച മുൻപ് കുവൈത്തിലേക്ക് പോയ ബിനോയ് തോമസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ എത്തിയിരുന്നു. ജനം തിങ്ങി നിറഞ്ഞതോടെ 4 സെന്റ് പുരയിടത്തിൽ നിന്ന് തിരിയാൻ പോലും സൗകര്യമില്ലാത്ത അവസ്ഥയായിരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൊച്ചിയിൽ നിന്ന് ആംബുലൻസിനെ അനുഗമിച്ചിരുന്നു. പാലയൂരിലെ വീട്ടിലെത്തിയ സുരേഷ് ഗോപി ബിനോയ് തോമസിന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ചു. ബിനോയ് തോമസിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. 1 മണിക്കൂറോളം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കുന്നംകുളം വി. നാഗൽ ഗാർഡൻ പെന്തകോസ്ത് ചർച്ചിൽ സംസ്കരിച്ചു. NK അക്ബർ MLA, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, മുൻ MP TN പ്രതാപൻ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. TCV ന്യൂസ്, ചാവക്കാട്. സ്വന്തമായി വീട് എന്ന സ്വപ്നവുമായി കടൽ കടന്ന ബിനോയിയുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വന്നത് ചേതനയറ്റ ശരീരം. ഈ മാസം 5-നാണ് ചാവക്കാട് തെക്കൻ പാലിയൂരിൽ താമസിക്കുന്ന തോപ്പിൽ ബിനോയ് കുവൈറ്റിലേക്ക് പോയത്. സ്വന്തമായി വീട് വെക്കണമെന്ന ബിനോയിയുടെ അതിയായ ആഗ്രഹവും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കൊച്ചു കുടുംബത്തെ സുരക്ഷിതമാക്കുന്നതിനു വേണ്ടിയാണ് പ്രവാസ ലോകത്തേക്ക് ബിനോയ് പോയത്. കഴിഞ്ഞ 7 വർഷമായി ബിനോയ് പാലിയൂരിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം വാടക വീട്ടിലും പിന്നീട് കഴിഞ്ഞ 1 വർഷത്തിലധികമായി 3 സെന്റ് സ്ഥലത്തെ ഷെഡിലുമാണ് ബിനോയും കുടുംബവും കഴിഞ്ഞിരുന്നത്. സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ വീടിന് അപേക്ഷ നൽകിയിരുന്നു. ഇതിനിടയിൽ സുഹൃത്ത് നൽകിയ വിസയിലാണ് കുവൈറ്റിലേക്ക് പോയത്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്കുള്ള ധനസഹായവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്ന് കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപകടം സംഭവിച്ചതിന്റെ കാരണങ്ങളെപ്പറ്റിയൊക്കെ പറയേണ്ടത് കുവൈറ്റ് സർക്കാരാണ്. അവർ കാരണം കണ്ടെത്തി അറിയിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ക്ഷതമേറ്റവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. കുവൈറ്റിൽ ചികിത്സയിലുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നത് അവിടുത്തെ സർക്കാരാണ്. നിലവിൽ അവിടെയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ദുഃഖാചരണത്തിന്റെ ഭാഗമായി സുരേഷ് ഗോപിയുടെ ജില്ലയിലെ ഇന്നത്തെ പരിപാടികൾ റദ്ദ് ചെയ്തു. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സംഘർഷം. ഭരണപക്ഷ കൌൺസിലർമാരെയും ഉദ്യോഗസ്ഥരെയും പ്രതിപക്ഷം കൌൺസിൽ ഹാളിൽ പൂട്ടിയിട്ടു. വെള്ളിയാഴ്ച ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിലാണ് സംഭവം.
AC മൊയ്തീൻ MLയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന CV ശ്രീരാമൻ സാംസ്കാരിക നിലയത്തിന് ഭൂമി അനുവദിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് കൗൺസിൽ യോഗത്തിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനെയും ഭരണകക്ഷി കൗൺസിലർമാരെയും ഉദ്യോഗസ്ഥരെയും കൗൺസിൽ ഹാളിനുള്ളിൽ പൂട്ടിയിട്ട് BJP കോൺഗ്രസ് കൗൺസിലർമാർ മുദ്രാവാക്യമുയർത്തി പ്രതിഷേധിച്ചു. ഈ സമയം ഭരണകക്ഷി കൗൺസിലർമാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നു. സംഘർഷം രൂക്ഷമായതോടെ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തിയതോടെയാണ് പ്രതിപക്ഷ കൗൺസിലർമാർ കൗൺസിൽ ഹാളിന്റെ വാതിൽ തുറന്നത്. TCV ന്യൂസ്, കുന്നംകുളം. മാന്നാമംഗലം മുരുക്കുംപാറയിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം. മുരുക്കുംപാറ വെള്ളച്ചാലിലാണ് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. റോഡിലൂടെ പോയിരുന്ന സ്കൂട്ടർ യാത്രക്കാരിയുടെ മുന്നിലൂടെയാണ് പുലിയെന്ന് സംശയിക്കുന്ന ജീവി കുറുകെ ചാടിയത്. ഭയന്നുപോയ യുവതി ഉടൻ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ മാന്നാമംഗലം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും നടത്തിയ പരിശോധനയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാട്ടുപൂച്ചയാകാനാണ് സാധ്യത എന്ന നിഗമനത്തിലാണ് വനംവകുപ്പ്. വരുന്ന 2 ദിവസം സ്ഥലത്ത് വനംവകുപ്പ് നിരീക്ഷണം നടത്തുമെന്നും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ സ്ഥലത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. നിരവധി നാട്ടുകാരാണ് വിവരമറിഞ്ഞ സ്ഥലത്ത് തടിച്ചുകൂടിയത്. കഴിഞ്ഞ ആഴ്ച മരോട്ടിച്ചാൽ ചുള്ളിക്കാവിൽ പുലിയിറങ്ങി ആടിനെ കൊന്നിരുന്നു. KSRTC ബസ് പാഞ്ഞുകയറി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സുരക്ഷാ ഗേറ്റ് തകർന്നു. എറണാകുളത്ത് നിന്നും യാത്രക്കാരുമായി ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. പടിഞ്ഞാറേ നടയിൽ നിന്ന് സ്റ്റാൻഡിലേക്ക് തിരിയേണ്ടതിന് പകരം നേരെ പോയി സുരക്ഷാ ഗേറ്റിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. വാഹനങ്ങളെ നിയന്ത്രിക്കാനായി സ്ഥാപിച്ചിരുന്ന ഗേറ്റ് ഇടിയുടെ ആഘാതത്തിൽ തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഈ സമയം ഗേറ്റിന് സമീപം നിന്നിരുന്ന അംഗപരിമിതനായ യാചകൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്ന് ഡ്രൈവർ പറഞ്ഞു. ഓട്ടോറിക്ഷയിൽ ഇടിച്ചതിന് ശേഷമാണ് പടിഞ്ഞാറേ നടയിലേക്ക് ബസ് പാഞ്ഞുകയറിയത്. ഗേറ്റിന് സമീപം വെച്ചിരുന്ന ബൈക്കിന് കേടുപാടുകൾ സംഭവിച്ചു. പേരാമംഗലം സ്വദേശി കുന്നംപള്ളി വീട്ടിൽ ടിൻഡോയുടെ ബൈക്കിനാണ് കേടുപാടുകൾ പറ്റിയത്. ഗുരുവായൂർ കണ്ടാണശ്ശേരി പാരീസ് റോഡിൽ കുടിവെള്ള ടാങ്കർ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ഡ്രൈവറുടെ സഹായികളും തൃശൂർ അത്താണി സ്വദേശികളുമായ ചക്കാലിക്കൽ മനു, പൂളോത്ത് തുണ്ടിയിൽ അഭിജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടാങ്കർ ലോറി തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്നു. മുന്നിൽ പോയിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്കിട്ടതോടെ ഇടിക്കാതിരിക്കാനായി തിരിച്ചതോടെ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിയിൽ ഇടിച്ച് ടാങ്കർ ലോറി മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ടിപ്പർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞു. ഇരിഞ്ഞാലക്കുടയിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ നിന്നും തെറിച്ചു വീണ വയോധികന് പരിക്കേറ്റു. ഇരിഞ്ഞാലക്കുട സ്വദേശി പോളി കുറ്റിക്കാടൻ ആണ് ഓസൈന എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസിന്റെ പുറകിലെ വാതിൽ വഴി തെറിച്ചു വീണത്. ഇരിഞ്ഞാലക്കുട ചെട്ടിപ്പറമ്പിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ള വൺവേയിലേക്ക് തിരിയുന്നിടത്തായിരുന്നു അപകടം. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും തൃശൂരിലേക്ക് പോകുന്നതിനായി ബസ്സിൽ കയറിയതായിരുന്നു പോളി. ബസിന്റെ പുറകിലെ വാതിൽ അടച്ചിരുന്നില്ല. അപകടം സംഭവിച്ച ഉടൻ ബസ് ജീവനക്കാർ തന്നെ പോളിയെ ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്ലൂർ കൊല്ലക്കുന്ന് വളവിൽ ചരക്ക് ലോറി സ്വകാര്യ ബസ്സിലും കാറിലും ഇടിച്ച് അപകടം. കല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന മാലാഖ ബസ്സിലും വഴിയോരത്ത് നിർത്തിയിട്ട കാറിലുമാണ് ലോറി ഇടിച്ചത്. സ്റ്റോപ്പിൽ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതിനിടെ ടോൾ ഒഴിവാക്കി വന്ന ലോറി ബസിന്റെ പുറകുവശത്ത് ഇടിക്കുകയായിരുന്നു. ബസ് നിർത്തിയിട്ടത് കണ്ടിട്ടും ലോറി മുന്നോട്ടെടുത്തതാണ് അപകടത്തിന് കാരണം. സമീപത്ത് നിർത്തിയിട്ട കാറിന്റെ പുറകിലും ഇടിച്ചാണ് ലോറി നിന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബസിന്റെയും കാറിന്റെയും പുറകുവശത്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടങ്ങൾ പതിവായ കൊല്ലക്കുന്ന് വളവിൽ ടോൾ ഒഴിവാക്കി വരുന്ന വാഹനങ്ങൾ അമിത വേഗതയിൽ വരുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. രാത്രികാലങ്ങളിലും ഇവിടെ അപകടങ്ങൾ പതിവാണ്. റോഡിലേക്ക് പടർന്നു നിൽക്കുന്ന മരച്ചില്ലകളും കാഴ്ചമറയ്ക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ വശങ്ങൾ ശുചീകരിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന നന്ദിക്കര സ്വദേശി മരിച്ചു. നന്ദിക്കര അരണയ്ക്കൽ ദാമോദരന്റെ മകൻ 53 വയസ്സുള്ള ജയനാണ് മരിച്ചത്. കഴിഞ്ഞ 10-ാം തീയതി നന്ദിക്കരയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ജയൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. വിദേശ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. കാരണം കിഴുത്താണി സ്വദേശികളായ നിഷ, ഭർത്താവ് സുനിൽകുമാർ എന്നിവർക്കെതിരെയാണ് തട്ടിപ്പിന് ഇരിഞ്ഞാലക്കുട പോലീസ് കേസെടുത്തത്. കാട്ടൂർ മുനയം സ്വദേശിനി നൽകിയ പരാതിയിലാണ് നടപടി.
UK-യിലേക്ക് കെയർ വിസ വാഗ്ദാനം ചെയ്ത് യുവതിയിൽ നിന്ന് 6 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. ഇരിഞ്ഞാലക്കുടയിൽ അഗ്നീർ എന്ന സ്ഥാപനം നടത്തിയാണ് തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പിനിരയായവർ പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും പോലീസ് കേസെടുത്തിരുന്നില്ല. തട്ടിപ്പിന്റെ വാർത്ത കഴിഞ്ഞ ദിവസം TCV പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. മാള കുരുവിലശ്ശേരി പോസ്റ്റ് ഓഫീസിൽ വിതരണം ചെയ്യാൻ ആളില്ലാത്തതിനാൽ കൂട്ടിയിട്ടിരിക്കുന്നത് 5000-ലധികം കത്തുകൾ. മേൽവിലാസക്കാരന് കൊടുക്കാതെ മാസങ്ങളായി പോസ്റ്റ് ഓഫീസിനകത്ത് ചാക്കിലും ബെഞ്ചിലും താഴെയുമായി തപാൽ ഉരുപ്പടികൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. തപാൽ വിതരണക്കാർ ജോലിയിട്ട് പോകുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത്. തപാൽ വകുപ്പിനെ വിശ്വസിച്ചയച്ച അത്യാവശ്യമുള്ള കത്തുകളും മാസങ്ങളായി കെട്ടിക്കിടക്കുന്നവയിലുണ്ട്. 2017 മുതൽ എത്ര പേരാണ് ജോലിക്ക് വന്നുപോയതെന്ന് തപാൽ വകുപ്പിന് പോലും നിശ്ചയമില്ല. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 5 പേരാണ് പോസ്റ്റ്മാനായി ജോലിക്ക് വന്നുപോയിട്ടുള്ളത്. സ്ഥിരം ജീവനക്കാരിയായി ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ മാത്രമാണുള്ളത്. ഓരോ ദിവസവും ശരാശരി 50 രജിസ്റ്റേർഡ് കത്തുകളും 200ഓളം സാധാരണ തപാലും വരുന്നുണ്ട്. 4 കോളേജുകൾ, 3 സ്കൂൾ, ഗവൺമെന്റ് ITI, സഹകരണ ബാങ്ക്, മാള ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ്, പട്ടികജാതി വികസന ഓഫീസ് എന്നീ സ്ഥാപനങ്ങൾ ഈ പോസ്റ്റ് ഓഫീസിന്റെ പരിധിയിലാണ്. മാള പഞ്ചായത്തിലെ 10, 11, 12, 13 വാർഡുകൾ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയുടെ ആസ്ഥാന ഓഫീസാണ് കുരുവിലശ്ശേരി പോസ്റ്റ് ഓഫീസ്. ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന ഈ ഭാഗത്ത് തപാൽ സംവിധാനത്തിന് ആളുകൾ ആശ്രയിക്കുന്ന ഏക സ്ഥാപനമാണ് കുരുവിലശ്ശേരി പോസ്റ്റ് ഓഫീസ്. ഇവിടെ സ്ഥിരം 2 പോസ്റ്റ്മാനുണ്ടായാലും തന്നെ തീരാത്തത്ര ജോലിഭാരം ഇവിടെയുണ്ട്. ആ സ്ഥാനത്ത് കഴിഞ്ഞ 6 മാസമായി സ്ഥിരമായ ഒരു പോസ്റ്റ്മാൻ പോലും ഇവിടെയില്ല. ഇതുമൂലം നൂറുകണക്കിന് തപാൽ ഉരുപ്പടികൾ ഇവിടെ കെട്ടിക്കിടുകയാണ്. പൊതുജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് ഇതുമൂലം സഹിക്കുകയാണ്. മാള പഞ്ചായത്തിലെ 4 വാർഡുകൾ ഉൾപ്പെടുന്ന പരിധിയിൽ കത്തുകൾ എത്തിക്കാൻ കഴിയാത്തതാണ് പോസ്റ്റ്മാൻ ജോലി ഉപേക്ഷിച്ച് പോകാൻ ഇടയാക്കുന്നത്. ശരാശരി 1 ലക്ഷം രൂപയുടെ ഇടപാടുകളാണ് ഇവിടെ നടക്കുന്നത്. 2016 വരെ സ്ഥിരം പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നു. മാള പോസ്റ്റ് ഓഫീസിന് കീഴിലുള്ള ശാഖയാണിത്. താൽക്കാലിക ജീവനക്കാരന് മാസം ലഭിക്കുന്ന 12,000 രൂപയിൽ 3,500 രൂപയും ഇരുചക്ര വാഹനത്തിന് പെട്രോൾ ഇനത്തിൽ ചിലവാകും. ജോലി സമയം 5 മണിക്കൂറാണെങ്കിലും രാവിലെ 8 മുതൽ രാത്രി 8 വരെയാകും പലപ്പോഴും തപാൽ വിതരണം ചെയ്യേണ്ടി വരുന്നത്. TCV ന്യൂസ് മാള. ഇളകി വീഴാറായ നടപ്പാതയിലൂടെ ജീവൻ കയ്യിൽ പിടിച്ച് നടക്കുകയാണ് കൊടുങ്ങല്ലൂരുകാർ. നഗരത്തിന്റെ ഹൃദയഭാഗമായ വടക്കേനടയിൽ 1 കിലോമീറ്ററോളം ദൂരത്തിൽ നാട്ടുകാർ നടപ്പാതയായി ഉപയോഗിക്കുന്നത് സ്ലാബിട്ട അഴുക്കുചാലാണ്. 1.5 പതിറ്റാണ്ട് മുൻപ് PWD നിർമ്മിച്ച അഴുക്കുചാൽ നാളെ ഇതുവരെ അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. വർഷത്തിൽ 1-2 തവണ അഴുക്കുചാലിലെ മാലിന്യം നീക്കം ചെയ്യാനായി നഗരസഭാ ജീവനക്കാർ കാനയ്ക്ക് മുകളിലെ സ്ലാബുകൾ ഇളക്കി മാറ്റുക പതിവാണ്. ഇങ്ങനെ എടുത്തുമാറ്റുന്ന സ്ലാബുകൾ കാനയുടെ ശുചീകരണം കഴിഞ്ഞാൽ സിമന്റ് ഉപയോഗിച്ച് ഉറപ്പിക്കാറില്ല. ഇതോടെ കാനയ്ക്ക് മുകളിലുള്ള സ്ലാബുകൾ അപകടകരമായ വിധത്തിൽ ഇളകി തുടങ്ങും. പലയിടങ്ങളിലും അതാത് സ്ഥലങ്ങളിലെ വ്യാപാരികൾ സ്വന്തം ചെലവിൽ സ്ലാബുകൾ സിമന്റിട്ട് ഉറപ്പിക്കുകയാണ് പതിവ്. 1 കിലോമീറ്ററോളം ദൂരമുള്ള അഴുക്കുചാലിന് മുകളിലെ സ്ലാബുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലുമാണ്. റോഡരികിലെ നടപ്പാത കയ്യേറി പല നിരകളിലായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനാൽ കാൽനട യാത്രികർക്ക് കാനയ്ക്ക് മുകളിലൂടെയുള്ള യാത്ര തന്നെയാണ് ശരണം. പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബുകൾക്കിടയിൽ യാത്രക്കാരുടെ കാലുകുടുങ്ങി അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. ഇതിലൂടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും വഴിയാത്രക്കാരും പിന്നെ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളൊക്കെ പോകുന്നൊരു ഭാഗമാണിത്. പല സ്ഥലങ്ങളിലും ഇത് ഇളകി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള ഒരു നല്ല ശക്തമായ മഴയത്ത് കാനയുടെ ഉള്ളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ഭാഗത്തും കാന പൊളിഞ്ഞു കിടക്കുകയാണ്. വാഹനങ്ങളടക്കം അപ്പുറത്തേക്കൊന്നും പാർക്കിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടാതിരിക്കാൻ പലയിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബിന് മുകളിൽ വ്യാപാരികൾ അപായ മുന്നറിയിപ്പും സ്ഥാപിച്ചിട്ടുണ്ട്. നാട്ടുകാരും വ്യാപാരികളും പലവട്ടം പരാതി നൽകിയിട്ടും അപകട നടപ്പാതയിലെ യാത്ര സുരക്ഷിതമാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. അരിമ്പൂർ പരദേവതാ ക്ഷേത്രത്തിൽ നടന്ന കവർച്ചയിൽ ദുരൂഹതയേറുന്നു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതോടെ കള്ളനെ തേടി നാട്ടുകാരും അന്വേഷണത്തിനായി രംഗത്തിറങ്ങി. വ്യാഴാഴ്ച പുലർച്ചെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്ന വിവരം അറിയുന്നത്. മേശയിൽ സൂക്ഷിച്ചിരുന്ന 5 പവൻ സ്വർണ്ണാഭരണങ്ങളും 20,000 രൂപയും നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. മുറിക്ക് പുറത്ത് ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുന്നിലെ ഭണ്ഡാരവും പൂട്ട് തകർത്ത നിലയിൽ കിടന്നിരുന്നു. 2-ാം വാർഡിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ നിന്ന് മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തു. മോഷ്ടാവിന് വേണ്ട സൗകര്യങ്ങൾ ക്ഷേത്രവുമായി പരിചയമുള്ള ആരോ ചെയ്തു നൽകിയതായി നാട്ടുകാർ സംശയിക്കുന്നുണ്ട്.
ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുൻപിലുള്ള ഭണ്ഡാരം പൂട്ട് തകർത്ത നിലയിലായിരുന്നു. എന്നാൽ അതേ പൂട്ട് പരിശോധിച്ചപ്പോൾ അത് തകർത്തതല്ല, താക്കോൽ ഉപയോഗിച്ച് തുറന്നതാണെന്ന് വ്യക്തമായി എന്നാണ് സൂചന. ഇക്കാര്യങ്ങൾക്ക് വ്യക്തത വരണമെങ്കിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. മറ്റു പ്രദേശങ്ങളിലെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് മോഷ്ടാവിനെ കണ്ടെത്തുന്നതിനായി സമാന്തരമായി അന്വേഷണം നടത്തുകയാണ് നാട്ടുകാർ. അതേസമയം മോഷണം നടന്ന 2 ദിവസം പിന്നിട്ടിട്ടും മേലുദ്യോഗസ്ഥർ ക്ഷേത്രത്തിലെത്തി അന്വേഷണം നടത്തിയില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. പാറളം പഞ്ചായത്ത് പ്രസിഡന്റായി മിനി വിനയനെ തെരഞ്ഞെടുത്തു. LDF ധാരണാപ്രകാരം പ്രസിഡന്റായിരുന്ന സുബിത സുഭാഷ് കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് മിനി വിനയനെ തെരഞ്ഞെടുത്തത്. അനുമോദന സമ്മേളനത്തിൽ PR വർഗീസ്, PT സണ്ണി, PD സുബ്രഹ്മണ്യൻ, TG വിനയൻ, ജൂബി മാത്യു, ഷീന പറയങ്ങാട്ടിൽ, VG വനജകുമാരി, സെബി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. അപകടത്തിൽ മരിച്ചുവെന്ന് കരുതിയ യുവതിക്ക് രക്ഷകരായി എരുമപ്പെട്ടി പോലീസ്. പരിക്കേറ്റ വെള്ളറക്കാട് സ്വദേശിനി ഷാഹിദയ്ക്കാണ് എരുമപ്പെട്ടി സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ U മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർ പ്രജീഷ് എന്നിവർ രക്ഷകരായത്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. ആദൂർപാടം റോഡിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന SI മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇതിനിടെയാണ് ഇടറോഡിൽ നിന്ന് ഉറക്കെയുള്ള സ്ത്രീയുടെ കരച്ചിൽ കേട്ടത്. പോലീസ് സംഭവസ്ഥലത്ത് എത്തുമ്പോഴേക്കും സ്കൂട്ടറിൽ നിന്നും മറിഞ്ഞു വീണ് യുവതി തലയിൽ നിന്ന് അമിതമായി രക്തം വാർന്ന അബോധാവസ്ഥയിൽ റോഡിൽ കിടക്കുന്നതാണ് കണ്ടത്. സംഭവ സമയത്ത് സ്ഥലത്തെത്തിയവരെല്ലാം യുവതി മരിച്ചുവെന്നാണ് കരുതിയത്. പോലീസുകാർ യുവതിയെ പോലീസ് ജീപ്പിൽ കയറ്റി കുന്നംകുളത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. യുവതി അപകടനില തരണം ചെയ്തുവെങ്കിലും തലയ്ക്കേറ്റ ആഴത്തിലുള്ള മുറിവുകൾ ഗുരുതരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. പോലീസിന്റെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് യുവതിയുടെ ജീവൻ രക്ഷിക്കാനായത്. 81 വയസ്സിൽ വിദ്യാർത്ഥിയുടെ കുപ്പായമണിഞ്ഞ് അബ്ദുൽ ഖാദർ. കാലിക്കറ്റ് സർവകലാശാല അഫ്സലുൽ ഉലമ പ്രിലിമിനറി പരീക്ഷയ്ക്ക് കയ്പമംഗലം കൊപ്രക്കളം ബുസ്താനുൽ ഉലും അറബിക് കോളേജിലെ പരീക്ഷാ ഹാളിൽ ഒന്നാമതിരിക്കുന്ന വിദ്യാർത്ഥിയെ കണ്ടപ്പോൾ മറ്റു വിദ്യാർത്ഥികൾക്ക് കൗതുകമായി. കാര്യങ്ങൾ തിരക്കിയപ്പോൾ കൗതുകം ഇരട്ടിച്ചു. പരീക്ഷ തുടങ്ങിയതോടെ 1ാം സ്ഥാനക്കാരൻ ആത്മവിശ്വാസത്തോടെ എഴുതാൻ തുടങ്ങി. 65 വർഷം മുൻപ് 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി വിദ്യാലയത്തോട് വിട പറഞ്ഞ കയ്പമംഗലം സ്വദേശി കോലോത്തുംപറമ്പിൽ അബ്ദുൽ ഖാദർ എന്ന 81-കാരനാണ് വാർദ്ധക്യത്തിന്റെ തളർച്ചയിലും തളരാത്ത പഠന വീര്യവുമായി പരീക്ഷ എഴുതാനെത്തിയത്. പരീക്ഷ എഴുതണമെന്ന ആഗ്രഹം അറിയിച്ചപ്പോൾ പല ഭാഗത്തു നിന്നും എതിർപ്പുകളും അവഗണനയും നേരിടേണ്ടി വന്നുവെങ്കിലും അറിവ് നേടുക എന്ന ലക്ഷ്യമാണ് തന്നിലുണ്ടായതെന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു. പ്രത്യേകിച്ച് വീട്ടിൽ പണിയില്ല, അപ്പോൾ ഒരാഗ്രഹം എന്തായാലും നമുക്കൊന്ന് എഴുതി നോക്കാം. അങ്ങനെയാണ് പ്രിലിമിനറി ഫസ്റ്റ് ഇയറിന് എഴുതാൻ ഇരുന്നത്. യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ അതിന് മുടക്കമൊന്നും പറഞ്ഞില്ല. ഒരു ഓൺലൈനായിട്ട് ഉണ്ടായിരുന്നു. അത് വലിയ സക്സസ് അല്ല, എന്നാലും കുറേയൊക്കെ നമ്മളെ ഇതോട് പ്രയത്നം കൊണ്ട് ചിലത് 1-2 ടഫായിരുന്നു. പക്ഷേ അതിപ്പോൾ പിന്നീടും നമുക്ക് അങ്ങനെ എഴുതാൻ കഴിയുന്നതാണ്. SSLC സർട്ടിഫിക്കറ്റുമായി നേരെ എത്തിയത് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക്. സർവകലാശാല അധികൃതർ അബ്ദുൽ ഖാദറിന്റെ ആഗ്രഹത്തിന് പച്ചക്കൊടി കാണിച്ചതോടെ ആത്മാർത്ഥമായ ആഗ്രഹത്തിനും ആത്മവിശ്വാസത്തിനും മുൻപിൽ പ്രായത്തിന്റെ തളർച്ച വഴിമാറി. അബ്ദുൽ ഖാദർ വീണ്ടും വിദ്യാർത്ഥിയുടെ കുപ്പായമണിഞ്ഞു. ഓൺലൈനായി ക്ലാസ്സിൽ പങ്കെടുത്താണ് പരീക്ഷ എഴുതാനെത്തിയത്. 6 വിഷയത്തിലും പരീക്ഷ എഴുതി കാത്തിരിക്കുകയാണ്. 35 വർഷം പ്രവാസ ജീവിതം നയിച്ച അബ്ദുൽ ഖാദർ 2000-ലാണ് നാട്ടിൽ സ്ഥിരമായത്. TCV ന്യൂസ്, കയ്പമംഗലം. ഫുട്ബോൾ പ്രതിഭ TK ചാത്തുണ്ണിയുടെ പേരിൽ ചാലക്കുടിയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് ശ്രമം നടത്തുമെന്ന് ബെന്നി ബെഹനാൻ MP. ചാലക്കുടി നഗരസഭ സംഘടിപ്പിച്ച TK ചാത്തുണ്ണി അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു MP. മികച്ച കളിക്കാരനും 1ാം-തരം പരിശീലകനുമായിരുന്നു ചാത്തുണ്ണിയെന്ന് അദ്ദേഹം പറഞ്ഞു. കൗൺസിൽ ഹാളിൽ നടന്ന യോഗത്തിൽ ചെയർമാൻ എബി ജോർജ് അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. വടൂക്കരയിൽ സാമൂഹ്യവിരുദ്ധർ വാഴ കൃഷി നശിപ്പിച്ചു. കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കളത്തിൽ സുകുമാരന്റെ പറമ്പിൽ കൃഷി ചെയ്തു വരുന്ന വാഴകളാണ് കൂട്ടത്തോടെ നശിപ്പിച്ചത്. വാഴ കൃഷി നശിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വടൂക്കര കിസാൻ സഭാ പ്രവർത്തകർ നെടുപുഴ പോലീസിൽ പരാതി നൽകി. ജനങ്ങളിലേക്ക് പച്ചക്കറി വളർത്താനുള്ള അവർക്ക് അതിനുവേണ്ട ഊർജം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സംരംഭം ഇവിടെ തുടങ്ങി വെച്ചത്. ഇത്രയും പ്രായമായ ഈ വാഴച്ചെടികൾ രാത്രി സമയത്ത് ആരുമില്ലാത്തപ്പോൾ വന്ന് ചവിട്ടി നശിപ്പിച്ച് കളഞ്ഞെടുക്കുന്ന കാഴ്ച വളരെ സങ്കടകരമാണ്. നെഞ്ഞു വളർക്കുന്ന കാഴ്ചയാണ് ഈ പറമ്പിൽ വന്നപ്പോൾ കണ്ടത്.
ഇതെന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? കിസാൻ സഭയെ നശിപ്പിക്കാനോ അതോ ഞങ്ങളെ നശിപ്പിക്കാനോ ഞങ്ങൾക്കറിയില്ല. ഇതിൽ നാട്ടുകാർ പ്രതികരിക്കണം, പോലീസ് വേണ്ട നടപടികൾ എടുക്കണം. 7 മാസത്തെ കൂട്ടായിട്ടുള്ള പരിശ്രമത്തോടുകൂടിയാണ് ഈ വാഴക്കൃഷി ഞങ്ങൾ നടത്തിയത്. ഇത് ചെയ്തവർക്കെതിരെ കർശനമായി നടപടി എടുക്കണമെന്ന് ഞങ്ങൾ നെടുമുടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ പേരിലും അതുപോലെ തന്നെ പൊതുജനങ്ങൾ മേലാൽ കൃഷി നടത്തുന്ന സ്ഥലങ്ങളിൽ ഇത്ര ആക്രമണങ്ങൾ ഉണ്ടാവരുതെന്നും കൂടി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തിയ മന്ത്രിയെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കെ.എസ്. മായാദേവി എന്നിവർ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. ദേവസ്വത്തിന്റെ ഉപഹാരവും സമ്മാനിച്ചു. ബി.ജെ.പി. പ്രവർത്തകരും സ്വീകരണം നൽകി. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് ഗുരുവായൂരപ്പനെ കാണാൻ എത്തിയത്. സുരേഷ് ഗോപി മന്ത്രിയായി ഗുരുവായൂരിലെത്തി. ഇനി 1.5 വയസ്സുകാരൻ അനന്തകൃഷ്ണന്റെ ജട പിടിച്ച മുടി കളയാം. കടുത്ത സുരേഷ് ഗോപി ആരാധകരായ ഗുരുവായൂർ സ്വദേശി സനീഷ് ധന്യ ദമ്പതികളാണ് വേറിട്ട വഴിപാട് നടത്തിയത്. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കൈക്കുഞ്ഞുമായി മുല്ലപ്പൂവ് വിൽക്കുന്ന ഇവരുടെ കഥയറിഞ്ഞ് സുരേഷ് ഗോപി സഹായഹസ്തവുമായി എത്തിയിരുന്നു. ഗുരുവായൂരിൽ നടന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മുല്ലപ്പൂവ് ഇവരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നയുടനെ വിജയത്തിനായി ഗുരുവായൂരപ്പന് 20 ലിറ്റർ പാൽപ്പായസം വഴിപാടും മകന് തിരുപ്പതിയിൽ പോയി മുടിമുറിക്കാമെന്നും നേർന്നിരുന്നു. വഴിപാട് പൂർത്തീകരണം വരെ കാത്തിരിക്കുമ്പോഴേക്കും മകന്റെ മുടി ജട പിടിച്ചു. സുരേഷ് ഗോപി വിജയിച്ച് മന്ത്രിയായി ഗുരുവായൂരിൽ എത്തിയാൽ ഉടൻ വഴിപാട് നടത്താനായിരുന്നു തീരുമാനം. ഇന്ന് സുരേഷ് ഗോപി എത്തുന്നതറിഞ്ഞ് ഇന്നലെ വൈകുന്നേരം തന്നെ പാൽപ്പായസം ഷീട്ടാക്കിയിരുന്നു. ഉച്ചപൂജയ്ക്ക് ശേഷം പടിഞ്ഞാറേ നടയിൽ പായസം വിതരണം ചെയ്തു. വൈകിട്ട് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ സുരേഷ് ഗോപി എത്തിയതോടെ സനീഷും ധന്യയും എത്തി പൊന്നാട ചാർത്തി. ഇരുവരും മകന്റെ മുടിമുറിക്കാനായി നാളെ രാവിലെ തിരുപ്പതിയിലേക്ക് യാത്രയാകും. TCV ഗുരുവായൂർ. കുന്നംകുളം തെക്കേപ്പുറത്ത് ഭാരതീയ വ്യാപാരി വ്യവസായി നേതാവിന്റെ കടയ്ക്ക് നേരെ ആക്രമണം. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം കുന്നംകുളം താലൂക്ക് ജനറൽ സെക്രട്ടറി PS വിഘ്നേശ്വരന്റെ ഉടമസ്ഥതയിലുള്ള പൂജ സ്റ്റോറിലാണ് ആക്രമണം നടന്നത്. സ്ഥാപനം തുറക്കാനെത്തിയപ്പോഴാണ് വരാന്തിയിൽ വെച്ചിരുന്ന അലമാരയും ഹോമകുണ്ഠവും അടിച്ചു തകർത്ത നിലയിൽ കണ്ടത്. മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. ചെറുതുരുത്തി പൊന്നാനി സംസ്ഥാന പാതയിൽ ആറങ്ങോട്ടുകര ഏഴുമങ്ങാട് മേഖലയിൽ അപകടക്കിണിയായി നിരവധി കുഴികളിൽ വീണ് ഇരുചക്രവാഹന യാത്രക്കാർക്കുൾപ്പെടെ അപകടം സംഭവിക്കുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ കുഴി കാണാതെയാണ് യാത്രക്കാർ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. മഴ പെയ്യുന്നതോടെ കുഴികളിൽ വെള്ളം നിറയുന്നതിനാൽ കുഴികളുടെ ആഴം മനസ്സിലാകാത്തത് അപകടത്തിന് പ്രധാന കാരണമാകുന്നു. എഴുമങ്ങാട് ബാറിന് സമീപവും വലിയ രീതിയിലുള്ള കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു. ഇതിനുശേഷം ഡിവൈഡറുകൾ വെച്ച് വണ്ടികളുടെ സ്പീഡ് നിയന്ത്രിക്കുന്നത് മൂലമാണ് അല്പമെങ്കിലും അപകടങ്ങൾ കുറയുന്നത്. നിരവധി അപകടങ്ങളാണ് ഈ കുഴികൾ മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരങ്ങളിലായാൽ അധികം ട്രാഫിക് ബ്ലോക്കുകളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ എഴുമങ്ങാട് ബാറിൻ്റെ പ്രദേശത്ത് മുമ്പ് ഒരു അപകടം ഉണ്ടായിട്ട് ഒരു വ്യക്തി മരണപ്പെടുകയുണ്ടായി. ഈ കുഴികൾ മൂലമാണ് സംഭവിക്കുന്നത്. മഴ പെയ്തിട്ട് അത്യപൂർവമായി കേരളത്തിൽ വിരുന്നെത്താറുള്ള ഗ്രേ ഷ്രൈക്ക് എന്ന പക്ഷിയെ ഏനാമാക്കൽ പാടശേഖരങ്ങളിൽ കണ്ടെത്തി. ലാനിയസ് എക്സ്ക്യൂബിറ്റർ ലഹ്തോറ എന്നാണ് ഇവയുടെ ശാസ്ത്രനാമം. പക്ഷി നിരീക്ഷകനായ പോൾ വെങ്കിടങ്ങാണ് ഗ്രേ ഷ്രൈക്കിനെ കണ്ടെത്തിയതും തിരിച്ചറിഞ്ഞതും. കറുപ്പും വെളുപ്പും ഇടകലർന്ന നിറത്തിലുള്ള ഇവയെ കേരളത്തിൽ കാണപ്പെടുന്ന മറ്റ് ഷ്രൈക്കുകളിൽ നിന്നും ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിയും. വലിയ പ്രാണികളെ ഭക്ഷണമാക്കുന്ന ഇവ പിടികൂടുന്ന ഇരകളെ ചെടികളുടെ മുള്ളുകളിലും മറ്റും കോർത്ത് സൂക്ഷിക്കുന്ന സ്വഭാവമുള്ളതിനാൽ ഇവയെ ബുച്ചർ ബേർഡ്സ് എന്നും വിളിക്കാറുണ്ട്. കേരളത്തിൽ സാധാരണ കാണുന്നത് 3 ഇനം ഷ്രൈക്കുകളെയാണ്. 1993 എഴുതിയ എ ബുക്ക് ഓഫ് കേരള ബേർഡ്സ് എന്ന പുസ്തകത്തിൽ ഈ പക്ഷിയെ കണ്ടെത്തിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1991 വയനാട്ടിലും 92 പറമ്പിക്കുളത്തും പക്ഷി സർവേക്കിടെ ഇവയെ കണ്ടെത്തിയതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നീണ്ട 32 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവയെ ഏനാമാവലി പാടശേഖരങ്ങളിൽ കണ്ടെത്തുന്നത്.
ആസാമിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടിയ പോൾ ദാസിനെ മറ്റത്തൂർ പഞ്ചായത്ത് 8ാം വാർഡിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മറ്റത്തൂർ 8ാം വാർഡ് അംഗം KR ഔസേബ് പൊന്നാടയണിയിച്ചു. മുൻ വാർഡ് അംഗം ക്ലാര ജോണി, വാർഡ് വികസന സമിതി അംഗം PM ജോണി, വയോജന ക്ലബ്ബ് പ്രസിഡന്റ് ബിന്നി ജോയ് എന്നിവർ നേതൃത്വം നൽകി. ഗതാഗത മന്ത്രിക്ക് സമ്മാനിക്കാൻ KSRTCയുടെ സ്വിഫ്റ്റ് ബസിന്റെ മിനിയേച്ചർ നിർമ്മിച്ച് കാത്തിരിക്കുകയാണ് മതിലകം സ്വദേശിയായ സൈനുൽ ആബിദ് എന്ന 17 വയസ്സുകാരൻ. കരവിരുതും ഭാവനയും സമന്വയിപ്പിച്ചാണ് മിനിയേച്ചർ ബസിന്റെ നിർമ്മിതി. എമർജൻസി വാതിലും സീറ്റുകളും ലൈറ്റുകളും ബോർഡുമെല്ലാം പരമാവധി പൂർണ്ണതയോടെ കുഞ്ഞൻ ബസ്സിലും കാണാം. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിയായ സൈനുൽ ആബിദിന് തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിലേക്ക് സ്വിഫ്റ്റിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് സ്വിഫ്റ്റിനോടുള്ള കമ്പം മനസ്സിൽ കയറിയത്. മനസ്സിൽ ഒപ്പിയെടുത്ത ബസിന്റെ രൂപം ദിവസങ്ങൾക്കകം യാഥാർത്ഥ്യമാക്കി. നിർമ്മാണം പൂർത്തിയായപ്പോൾ ഈ മിനിയേച്ചർ ബസ് ഗതാഗത മന്ത്രിക്ക് സമ്മാനിക്കണമെന്ന ആഗ്രഹം മനസ്സിലുദിച്ചു. മന്ത്രി കൊടുങ്ങല്ലൂർ മേഖലയിലെത്തുമ്പോൾ കൈമാറുമെന്നാണ് ഈ വിദ്യാർത്ഥി പറയുന്നത്. മതിലകം വാട്ടർ ടാങ്കിന് കിഴക്ക് രായം മരക്കാർ വീട്ടിൽ കബീറിന്റെയും ഷെമീനയുടെ മകനായ സൈനുൽ ആബിദ് സ്വന്തമായി നിർമ്മിച്ച ബസ് മിനിയേച്ചറുകളിൽ 16ാമത്തെയാണ് സ്വിഫ്റ്റ്. ബസ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ എൻ്റെ ഒരു കളിക്കുന്ന ബസ് ഉണ്ടായി. അത് പൊളിഞ്ഞപ്പോൾ അതിൻ്റെ സീറ്റ് വെച്ച് വീണ്ടും ഒരു ബസ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ എന്തൊക്കെ ആയി, ബസ് പോലെ ഒന്നും ആയില്ല. പിന്നെ 7ാം ക്ലാസ് തീരാനായപ്പോൾ കൊറോണ വന്നു. അങ്ങനെ ഇത് വീണ്ടും ഉണ്ടാക്കി. അങ്ങനെ പയ്യെ ബസ്സിൻ്റെ രൂപമൊക്കെ ആയി തുടങ്ങി. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഇതേപോലെയൊക്കെ അരിഞ്ഞ് ഫോറക് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കാമെന്നൊക്കെ അരിഞ്ഞ് ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ കുറേ ആയി. വീട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അവരാണ് ഇതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചു തരുന്നതും കൊണ്ടുപോകുന്നതൊക്കെ മേടിക്കാൻ. പ്രമുഖ സർവീസുകളുടെയും ടൂറിസ്റ്റ് ബസ്സുകളുടെയും മാതൃകകളും കൂട്ടത്തിലുണ്ട്. ഫോറക് ഷീറ്റിൽ വരച്ച് വെട്ടിയെടുത്ത് ഒട്ടിച്ചുണ്ടാക്കുന്ന ബസ്സിന് 2500 രൂപയോളം ചിലവ് വരും. മകന് പിന്തുണയുമായി മാതാപിതാക്കൾ കൂടെയുണ്ട്. ബസ് ഉടമകളുടെ ആവശ്യപ്രകാരം അവരുടെ ബസ്സുകളുടെ മാതൃകകളും നിർമ്മിച്ചു നൽകാറുണ്ട്. കുഞ്ഞൻ വാഹനങ്ങൾ ഉണ്ടാക്കുന്നവരുടെ സംസ്ഥാനതല മിനിയേച്ചർ ക്രാഫ്റ്റേഴ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും സൈനുൽ ആബിദ് അംഗമാണ്. TCV ന്യൂസ്, കയ്പമംഗലം. മുല്ലശ്ശേരി പഞ്ചായത്തിലെ 14ാം വാർഡിൽ ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച ആഞ്ജനേയ റോഡ് തുറന്നുകൊടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് റോഡ് ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി, ജനപ്രതിനിധികളായ നിഷ സുരേഷ്, ക്ലമന്റ് ഫ്രാൻസിസ്, വാർഡ് മെമ്പർ സബിത ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂക്കര കൃഷ്ണാപുരം എരിഞ്ഞേരി ക്ഷേത്രം റോഡിൽ ഗതാഗതം ദുസ്സഹമാകുന്നു. കുടിവെള്ള പൈപ്പിടാനായി കുഴിയെടുത്ത റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനാൽ വാഹനങ്ങൾ താഴുന്നത് പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സ്കൂൾ ബസ് കുഴിയിൽ താഴ്ന്നു. കുഴി തിരിച്ചറിയാൻ റോഡിൽ വാഴ നട്ടിരിക്കുകയാണ്. നിലവിൽ ക്വാറി വേസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും ശാശ്വത പരിഹാരം വേണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ശനിയാഴ്ചകൾക്ക് പുറമെ ഞായറും അവധി ദിവസങ്ങളിലും ജോലി ചെയ്യണമെന്നുള്ള സർക്കാർ നിർദ്ദേശങ്ങളിൽ KPSTA മുല്ലശ്ശേരി ഉപജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. 200 പ്രവൃത്തി ദിവസം 220 ആക്കുന്നതിനായി 6ാം പ്രവൃത്തി ദിവസമായി വരുന്ന ശനിയാഴ്ചകൾ കൂടി പ്രവൃത്തി ദിവസമാക്കി സ്കൂൾ കലണ്ടർ സർക്കാർ പുറത്തിറക്കിയെങ്കിലും കൃത്യമായ ഉത്തരവോ KER ഭേദഗതിയോ വരുത്തിയിട്ടില്ല. ഇതിനു പുറമെ ഈ വർഷത്തെ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട് സമന്വയ എന്ന സൈറ്റിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്യുവാൻ ജില്ല തിരിച്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഞായറാഴ്ചയും വലിയ പെരുന്നാൾ ദിവസമായ തിങ്കളാഴ്ചയുമാണ്. അധ്യാപകർ തുടർച്ചയായി അവധിയില്ലാതെ 2 ആഴ്ച പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. സർക്കാരിന്റെ തെറ്റായതും അധ്യാപക ദ്രോഹപരവുമായ നടപടിയിൽ KPSTA ശക്തമായി പ്രതിഷേധിച്ചു. യോഗത്തിൽ ബോബി ജോസ് അധ്യക്ഷത വഹിച്ചു. TU ജെയ്സൺ, ജിൽസൺ തോമസ്, ഡൊമിനിക് സാവിയോ തുടങ്ങിയവർ സംസാരിച്ചു. ബ്രെയിൻ സ്ട്രോക്ക് വന്ന് അബോധാവസ്ഥയിൽ കഴിയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു. എരുമപ്പെട്ടി പഞ്ചായത്ത് 8ാം വാർഡ് കുണ്ടന്നൂർ വെള്ളക്കുന്ന് കോളനിയിൽ ചീരാത്ത് വീട്ടിൽ 48 വയസ്സുള്ള സുരേഷാണ് ഉദാരമതികളുടെ കാരുണ്യം തേടുന്നത്. ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് സുരേഷിന്റെ കുടുംബം. ലൈഫ് പദ്ധതി ലഭിച്ച പണി പൂർത്തീകരിക്കാത്ത വീട്ടിലാണ് ഇവർ കഴിയുന്നത്. നിലമ്പൂരിലെ പോലീസ് ക്യാമ്പിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ
താൽക്കാലിക പാചകക്കാരനായി ജോലി ചെയ്തിരുന്നു. ഇവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം പുലർത്തിയിരുന്നത്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അവധിക്കെത്തിയപ്പോഴാണ് സുരേഷ് ബ്രെയിൻ സ്ട്രോക്ക് സംഭവിച്ച വീട്ടുമുറ്റത്ത് കുഴഞ്ഞു വീണത്. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതായി കണ്ടെത്തി. തുടർന്ന് സർജറിക്ക് വിധേയനാക്കി. ജീവൻ നിലനിർത്താൻ കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും അബോധാവസ്ഥയിലാണ് സുരേഷ്. ഇതുവരെയുള്ള ചികിത്സയ്ക്ക് 9 ലക്ഷം രൂപ ചിലവ് വന്നിട്ടുണ്ട്. കാലത്ത് ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് തളർന്ന് വീഴാൻ പോയി. കയ്യും കാലും അപ്പം തന്നെ തളർന്നു. അവിടെ ഡോക്ടർമാര് ടെസ്റ്റ് നടത്തിയപ്പോൾ പറഞ്ഞു വലിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും. ചെയ്ത് 1.5 മാസത്തോളം അവിടെ കിടന്നു. തിരിച്ച് വീട്ടിലേക്ക് കൊടുന്നതിന്റെ ശേഷം കുറച്ച് നാള് കിടന്നപ്പോൾ പുറം ഭാഗം പൊട്ടി പഴുത്തു, എല്ലിന്റെ മുകളിലേക്ക് ബാധിച്ചു. വീണ്ടും കൊണ്ടുപോയി ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു 5 ദിവസം അവിടെ കിടത്തി. ഓപ്പറേഷനും മറ്റുള്ള അവിടുത്തെ ഹോസ്പിറ്റലിൽ ചിലവൊക്കെ കൂടിയിട്ടൊരു 1.5 ലക്ഷം രൂപയോളം അവിടെ ചിലവ് വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു ഓപ്പറേഷൻ കൂടി വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ അന്ന് മുതൽ ഇന്നേ വരെ ഓർമ്മ വന്നിട്ടുമില്ല, കണ്ണ് തുറന്നിട്ടുമില്ല. യന്ത്രസഹായത്തോടെ ശ്വസിക്കുന്ന സുരേഷിന് ട്യൂബ് ഘടിപ്പിച്ചാണ് ഭക്ഷണം നൽകുന്നത്. ഒരു സർജറി കൂടി നടത്തിയാൽ സുരേഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. 5 ലക്ഷം രൂപയോളം ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ 1 മാസത്തെ മരുന്നിന് മാത്രം 20,000 രൂപയോളം ചിലവ് വരും. സ്ട്രോക്ക് വന്നിട്ട് മിഷൻ ആശുപത്രിയിൽ 1 മാസത്തോളം ഞങ്ങൾ ചികിത്സയിൽ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ചികിത്സിക്കുന്ന ഞങ്ങൾക്ക് യാതൊരു മാർഗമില്ല. ആൾ വരുമാനം മാത്രം ഞങ്ങളുടെ ആകാശ്രയം. എല്ലാവരും ദയവായിട്ട് സഹായിക്കണം അപേക്ഷിക്കും. ഇനി ഒരു ഓപ്പറേഷൻ കൂടി ഉണ്ട്. ഞങ്ങൾക്ക് തലയോട്ട് കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് അത് ജൂബിലി മിഷനിൽ ഇപ്പോഴും സൂക്ഷിച്ചേക്കുക. 3 മാസത്തിനുള്ളിൽ ആ ഓപ്പറേഷൻ ചെയ്യണം ഡോക്ടർ പറഞ്ഞേക്കണം. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ചികിത്സിക്കും നിത്യ ജീവിതത്തിൽ ഞങ്ങൾക്ക് യാതൊരു മാർഗമില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ എന്നിവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സന്മനസ്സുള്ളവർ 6238396170 എന്ന ഗൂഗിൾ പേ നമ്പറിലോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എങ്കേക്കാട് ബ്രാഞ്ചിലെ അക്കൗണ്ടിലോ സഹായം അയക്കാവുന്നതാണ്. TCV ന്യൂസ് എരുമപ്പെട്ടി. മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. പാഞ്ഞാൾ ചിറങ്കോണം സ്വദേശി കുന്നുമ്മൽ വീട്ടിൽ 35 വയസ്സുള്ള സേതുമാധവനാണ് മരിച്ചത്. വടക്കാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. തൃശൂർ സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിൽ സയൻസ്, ഗണിതം, സാമൂഹ്യശാസ്ത്ര ക്ലബ്ബുകളുടെ സംയുക്ത ഉദ്ഘാടനം നാഷണൽ ഗ്രീൻ ക്രോപ്സ് കോർഡിനേറ്റർ NJ ജെയിംസ് നിർവഹിച്ചു. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനമെന്ന ലക്ഷ്യവുമായി കുട്ടികൾ തയ്യാറാക്കിയ പേപ്പർ ക്യാരി ബാഗുകൾ കൈമാറി സയൻസ് ക്ലബ്ബും ജിഗ്സോ പസിൽ നിർമ്മിച്ച തൃശൂരിന്റെ മാതൃക പൂർത്തിയാക്കി ഗണിത ക്ലബ്ബും പുലിക്കളിയുടെ അകമ്പടിയോടെ തൃശൂരിന്റെ മാതൃക തയ്യാറാക്കി സാമൂഹ്യശാസ്ത്ര ക്ലബ്ബും ഉദ്ഘാടനം ചെയ്തു. സേക്രഡ് ഹാർട്ട് സ്കൂളിന്റെ ഈ വർഷത്തെ പ്രധാന പ്രവർത്തനമായ ഐ ലവ് തൃശൂർ എന്ന പ്രവർത്തന പദ്ധതിയാണ് പ്രതീകാത്മകമായി ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അരങ്ങേറിയത്. സ്കൂൾ HM സിസ്റ്റർ ആഗ്നസ് അധ്യക്ഷത വഹിച്ചു. അധ്യാപികമാരായ സിജി, ദീപ തുടങ്ങിയവർ സംസാരിച്ചു. വാഹനത്തിന് തകരാർ ആരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂലമായി വിധി. തോളൂർ കൊട്ടിലിങ്ങൽ വീട്ടിൽ നിഖിൽ ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂരിലെ ശ്രീവാരി ഓട്ടോമോട്ടീവ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ, മുംബൈയിലെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്നിവർക്കെതിരെ വിധിയായത്. ഹർജിക്കാരന് റിപ്പയറിംഗ് ചിലവ് 23,856 രൂപ 48 പൈസയും നഷ്ടപരിഹാരമായി 50,000 രൂപയും ചിലവിലേക്ക് 10,000 രൂപയും നൽകുവാൻ ഉപഭോക്തൃ കോടതി വിധിച്ചു. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. ഇന്ത്യൻ ആം റെസ്ലിംഗ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ നടന്ന സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡലുകൾ നേടി അമ്മയും മക്കളും ശ്രദ്ധേയരായി. പാവറട്ടി സ്വദേശി വെന്മനാട് മുസ്ലിം വീട്ടിൽ ചന്ദനപ്പറമ്പിൽ റഷീദ് മുഹമ്മദിന്റെ ഭാര്യ രഹന, മക്കളായ അദ്നാൻ ബിൻ അബ്ദു, അഫ്നാൻ ബിൻ അബ്ദു എന്നിവരാണ് സ്വർണ്ണ മെഡലുകൾ നേടി നാടിന്റെ അഭിമാനമായത്. എഴുത്തുകാരനായ റഷീദ് മുഹമ്മദ് പഞ്ചഗുസ്തി പരിശീലനത്തിന് ഭാര്യയ്ക്കും മക്കൾക്കും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. 7 സ്വർണ്ണ മെഡലുകളാണ് അമ്മയും മക്കളും സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വാരിക്കൂട്ടിയത്. മാസ്റ്റേഴ്സ് വിഭാഗത്തിലും സീനിയർ വിഭാഗത്തിലുമാണ് രഹന സ്വർണം നേടിയത്. അദ്നാൻ യൂത്ത് വിഭാഗത്തിൽ ലെഫ്റ്റും റൈറ്റും മത്സരങ്ങളിലും അദ്നാൻ സബ് ജൂനിയർ വിഭാഗത്തിലുമാണ് സ്വർണം നേടിയത്. രഹന കഴിഞ്ഞ വർഷവും ദേശീയ മത്സരങ്ങളിൽ സ്വർണം നേടിയിരുന്നു. സംസ്ഥാന മത്സരത്തിൽ അമ്മ തന്നെയാണ് മക്കളുടെ പരിശീലകയായത്. അദ്നാൻ ചിറ്റിലപ്പള്ളി IAS കോളേജിൽ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയും അഫ്നാൻ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്.
ഓഗസ്റ്റിൽ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടക്കുന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഈ അമ്മയും മക്കളും. TCV ന്യൂസ്, പാവറട്ടി. IMA ബ്ലഡ് ബാങ്ക് തൃശൂരും ഫ്യൂമ തൃശൂർ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി സെയിന്റ് തോമസ് കോളേജിൽ NSSന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫ്യൂമ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജോസ് ചിരിയങ്കണ്ടത്ത് രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ ജോബി ജോർജ്, ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് റത്ത് എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന് തുടക്കമായി. ഇതിനോടനുബന്ധിച്ച് നടന്ന കലാസാംസ്കാരിക സമ്മേളനം കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. തെക്കേമഠം ദേവസ്വം മാനേജർ വടക്കുംപാട്ട് നാരായണൻ അധ്യക്ഷത വഹിച്ചു. RVNL റെയിൽവേ മന്ത്രാലയം ഡയറക്ടർ ഡോക്ടർ MV നടേശൻ, വടക്കേടത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട്, കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ഡോക്ടർ ശ്രീകൃഷ്ണൻ, ക്ഷേത്രം തന്ത്രി വടക്കേടത്തുമന നാരായണൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. പ്രാർത്ഥന അതാണെങ്കിലും പ്രവൃത്തി പദത്തിൽ നിന്ന് അത്തരം വിഷയങ്ങളിൽ നിന്ന് മാറി ചലിക്കുമ്പോഴാണ് നമുക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ. മണികണ്ഠനെ ഇനി പേടിക്കാതെ അന്തിയുറങ്ങാം. അസുഖം മൂലം ഒരു ഭാഗം തളർന്ന മണികണ്ഠനും കുടുംബത്തിനും പുതിയ വീടായി. കാട്ടൂരിലെ ഇടിഞ്ഞു വീഴാറായ വാടക വീട്ടിലാണ് ഇയാൾ താമസിച്ചിരുന്നത്. ലോട്ടറി വിൽപ്പന നടത്തിക്കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് 2 പെൺമക്കൾ ഉൾപ്പെടെ ഉള്ള കുടുംബം ജീവിച്ചിരുന്നത്. സ്വന്തമായി സ്ഥലവും വീടും എന്നത് മണികണ്ഠന് സ്വപ്നം മാത്രമായി അവശേഷിച്ചു. കുടുംബത്തിന്റെ ദുരവസ്ഥ കണ്ടറിഞ്ഞ കാട്ടൂർ പഞ്ചായത്ത് കുടുംബത്തെ പുനരധിവസിപ്പിക്കാൻ ഇടപെടൽ നടത്തിയിരുന്നു. ഭൂമി വാങ്ങുന്നതിനായി സർക്കാരിന്റെ അതിദാരിദ്ര്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസ് മുഖേന 3,70,000 രൂപ ലഭ്യമാകുകയും ബാക്കി തുക സന്നദ്ധ സംഘടനകൾ വഴി സമാഹരിച്ച് വീട് വയ്ക്കാനുള്ള സ്ഥലം ആദ്യഘട്ടത്തിൽ ലഭ്യമാക്കി. തുടർന്ന് പഞ്ചായത്തിന്റെ ലൈഫ് പദ്ധതിയിൽ മുൻഗണനയിൽപ്പെടുത്തുകയും വീട് വയ്ക്കുന്നതിനായി 4 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച മണികണ്ഠനും കുടുംബവും വീട്ടിലേക്ക് താമസം മാറി. സംസ്ഥാന സർക്കാരിന്റെ അതിദരിദ്രമില്ലാത്ത കേരളം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കാട്ടൂർ പഞ്ചായത്തിലെ ആദ്യത്തെ ഗുണഭോക്താവായ ദീപ മണികണ്ഠൻ ഇന്ന് സ്വപ്ന സാക്ഷാത്കാരം എന്ന രീതിയിലേക്ക് എത്തിച്ചേരുന്നൊരു സുദിനമാണ് ഇന്നത്തെ ദിവസം. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ തന്നെ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റും അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്താലും ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് ഇനിയുള്ള ജീവിതം അവരുടെ നല്ല രീതിയിലേക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഗൃഹപ്രവേശ ചടങ്ങിൽ കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത, വൈസ് പ്രസിഡന്റ് VM കമറുദ്ദീൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS അനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ജയശ്രീ സുബ്രഹ്മണ്യൻ, അബുജ രാജൻ തുടങ്ങിയവർ സന്നിഹിതരായി. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. മണലൂർ കൃഷിഭവനും അഗ്രോ ഭരണി മണലൂർ കൃഷി കൂട്ടായ്മയും സംയുക്തമായി തെങ്ങ് കൃഷിയും ശാസ്ത്രീയ പരിപാലന മാർഗങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ മണലൂർ പഞ്ചായത്ത് അംഗം ഷോയ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിഭവൻ അസിസ്റ്റന്റ് ഹരീഷ് അധ്യക്ഷത വഹിച്ചു. അഗ്രോ ഭരണി കൃഷി കൂട്ടായ്മ പ്രസിഡന്റ് ജോഷി കൊള്ളന്നൂർ, ട്രഷറർ അഡ്വക്കേറ്റ് പ്രജിത്ത് അടിയാറ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ നഗരസഭാ യോഗത്തിൽ മധുരം വിളമ്പി കൌൺസിലറുടെ വിടവാങ്ങൽ. BJP കൌൺസിലർ അഡ്വക്കേറ്റ് DT വെങ്കിടേശ്വരനാണ് കൌൺസിൽ യോഗത്തിൽ രാജിസൂചന നൽകിയത്. സഹ കൌൺസിലർമാർക്ക് മധുരം നൽകിയ അഡ്വക്കേറ്റ് DT വെങ്കിടേശ്വരൻ രാജി പരസ്യമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും തന്റെ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരുമെന്ന് യോഗത്തെ അറിയിച്ചു. അഭിഭാഷകൻ എന്ന നിലയിലുള്ള തിരക്കുകൾക്കിടയിൽ വാർഡിൽ പ്രവർത്തിക്കുന്നതിന് സാധിക്കുന്നില്ലെന്നതാണ് രാജിക്ക് കാരണമായി പറയപ്പെടുന്നത്. എന്നാൽ പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങളാണ് രാജിക്ക് പുറകിൽ എന്നാണ് എതിർകക്ഷികളുടെ വാദം. ഭരണം മാറുന്നതിനനുസരിച്ച് മുന്നണി മാറുന്ന പാരമ്പര്യം തങ്ങൾക്കില്ലെന്ന് ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് CT ജോഫി പറഞ്ഞു. തൃശൂരിൽ നടന്ന നേതൃയോഗത്തിൽ CT ജോഫി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജോൺ വാഴപ്പള്ളി, രാഘവൻ മുളങ്ങാടൻ, ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജു ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,565 രൂപ, പവന് 52,520 രൂപ. വെള്ളി ഗ്രാമിന് 94 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,538 രൂപ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച 23 മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. സംസ്കാരം കുന്നംകുളം പെന്തക്കോസ്ത പള്ളി സെമിത്തേരിയിൽ നടന്നു. ബിനോയ് തോമസിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ദുരന്തം വാക്കുകൾക്കതീതവും അതീവ ദുഃഖകരമെന്നും ഗവർണർ. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സംഘർഷം. ഭരണപക്ഷ കൌൺസിലർമാരെയും ഉദ്യോഗസ്ഥരെയും പ്രതിപക്ഷം കൌൺസിൽ ഹാളിൽ പൂട്ടിയിട്ടു. ഭരണപക്ഷ കൌൺസിലർമാരെ ഹാളിന് പുറത്തേക്ക് വിട്ടത് പോലീസ് എത്തിയതിനു ശേഷം. മാന്നാമംഗലം മുരുക്കുംപാറയിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം. പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തി. പരിശോധനയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. KSRTC ബസ് പാഞ്ഞുകയറി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സുരക്ഷാ ഗേറ്റ് തകർന്നു. ഇരിഞ്ഞാലക്കുടയിൽ ബസ്സിൽ നിന്നും തെറിച്ചു വീണ വയോധികന് പരിക്ക്. കണ്ടാണശ്ശേരി പാരീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിക്ക് പുറകിൽ ടാങ്കർ ലോറി ഇടിച്ച് അപകടം. 2 പേർക്ക് പരിക്ക്. വിദേശ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഭവത്തിൽ ഇരിഞ്ഞാലക്കുട പോലീസ് കേസെടുത്തു. കാരണം കിഴുത്താടി സ്വദേശികളായ നിഷ, ഭർത്താവ് സുനിൽ കുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. നടപടി TCV വാർത്തയെ തുടർന്ന്. മാള കുരുവലശ്ശേരി പോസ്റ്റ് ഓഫീസിൽ വിതരണം ചെയ്യാൻ ആളില്ലാത്തതിനാൽ കൂട്ടിയിട്ടിരിക്കുന്നത് 5000-ലധികം കത്തുകൾ. തുച്ഛവരുമാനവും ജീവനക്കാരില്ലാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം. കൊടുങ്ങല്ലൂരിൽ ഇളകി വീഴാറായ നടപ്പാതയിൽ വീണ് പരിക്കേൽക്കുന്നവരുടെ എണ്ണം ഏറുന്നു. നടപ്പാത അറ്റകുറ്റപ്പണി നടത്താൻ തയ്യാറാകാതെ പൊതുമരാമത്ത് വകുപ്പ്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.